ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അജ്മീറിൽ പോയിട്ടുള്ള ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല വ്യൂസിന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും ഈ ഒരു വീഡിയോക്കും ആ സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അജ്മീറിൽ പോയിട്ടുള്ള വിശേഷത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പുഷ്കറിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അജ്മീർ ദർഗാ ഷെരീഫിൻ്റെ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് ഈ ഒരു ഭാഗം കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ദർഗ ഒക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ പുഷ്കറിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാനിങ്ങിൽ പുഷ്കർ എന്ന സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം വിചാരിച്ചിരുന്നതല്ല. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പ്ലാനിങ് നടന്നതുമില്ല. നമ്മൾ പുഷ്കറിൽ പോയി പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയെന്ന് മനസ്സിലായിക്കോളും വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ. നമ്മൾ ദർഗ കണ്ട് കഴിഞ്ഞിറങ്ങുന്ന ആ ഒരു പരിസരത്ത് തന്നെ ഒരുപാട് മേലിലെ ഡ്രൈവേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളെപ്പോലെ ഇവിടെയൊക്കെ സ്ഥലം കാണാൻ വന്ന ആൾക്കാരൊക്കെ ചൂസ് ചെയ്തിട്ട് അവർ ഈ ഒരു സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു 300 രൂപയാണ് ഒരു വാനിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു, അതിൽ കയറിയിട്ട് നമ്മൾ പോയി. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ അവർ എത്തിച്ചിട്ടുള്ളത്. 6 किलोमीटर घुमा के लाता है, 6 लोकेशन दिखाता है. इसमें आपको घूम के आने में 1 घंटा लगता है. एक गाड़ी में कितना आदमी सब जाएगा? आ जाएगा 1 घंटा के 1 घंटा लगेगा. कितना रुपया? सब बताऊंगा 2 मिनट, इसका भी बता देता हूँ. हाँ, അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ട്രെക്കിംഗ് വഴി പുഷ്കറിലേക്ക് എത്തിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ട്രെക്കിങ്ങിന് 7000 രൂപയാണ്. ഇതൊക്കെ ഇവരെ കളികളാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കിവിടെ വന്ന് മുൻപരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഇടയിൽ വന്ന് പെട്ടെന്ന് തന്നെ പറയാം. ഏതായാലും നമ്മൾ 7000 രൂപ കൊടുത്തിട്ട് ട്രെക്കിങ്ങിന് ചൂസ് ചെയ്തു. പക്ഷേ ട്രെക്കിങ് മുഴുവനായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല. നമ്മളെ ഉമ്മ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് നെഞ്ചിന് ചെറിയ അസ്വസ്ഥത വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ട്രെക്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ എമൗണ്ട് തിരിച്ച് തന്നില്ല. നമ്മൾ കുറച്ച് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം നമ്മൾ പകുതിയെങ്കിലും തിരിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ അവരതും തന്നില്ല. അപ്പോൾ ഏതായാലും അത് അവിടെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇവർ ആദ്യം നമ്മളെ എത്തിച്ചത് ഇവിടെ ക്യാമൽ സവാരി, അതുപോലെ തന്നെ അവരെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതിനും 500 രൂപയാണ് കേട്ടോ. ഫോട്ടോ എടുക്കുന്നതിന് 500 രൂപയാണ്. അതുപോലെ തന്നെ ക്യാമൽ സവാരിക്കും 500 രൂപയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിത് ആ ഒരു പ്ലേസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം നിന്നു. പിന്നെ നമ്മൾ നേരെ റിട്ടേൺ ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാട്ടെ. അല്ല ഷാനുണ്ട്. സച്ചുവിന് കയറ്റി നടു കയറ്റി സച്ചോ.
कोई आता है धोखा ഇല്ല ഷാനുവിനെ പിടിച്ചാ അപ്പൊ ഷിതുല്ലേ അങ്ങനെ മെല്ലെ പോവുള്ളൂ സച്ചുവാ. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തി കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കിയ വണ്ടി തിരിച്ച് കൊണ്ടുപോയി ദർഗാ ഷെരീഫിന് മുന്നിൽ എത്തിക്കാമെന്നായിരുന്നു ഡീല്. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ആ വണ്ടിയൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ അവർ വണ്ടി കേടന്നിട്ട് നന്നാക്കാൻ പോയി കേട്ടോ നമ്മളോട് പറഞ്ഞത്. കുറേ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ അവരൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ വേറെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒടുവിൽ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കുള്ള വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഏകദേശം വൈകുന്നേരം 6 മണിയായിരുന്നു തിരിച്ചെത്തിയ സമയത്ത്. അങ്ങനെ നമ്മൾ നേരെ ഒരു ചായയൊക്കെ കുടിച്ച് റൂമിലേക്ക് പോയി. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ ദർഗ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുന്നത്തെ വ്ളോഗിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.